Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് എന്നാണ്? കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാനുള്ള കാരണം നമ്മൾ 2-3 ദിവസമായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ M.Com 4 സെമസ്റ്ററിലെ 3 സബ്ജക്ട്സിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങി എന്ന് ചോദിച്ചാൽ, നമ്മുടെ എക്സാം കലണ്ടർ പ്രകാരം ജൂൺ 6-നാണ് M.Com 4 സെമസ്റ്ററിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റ്. നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള 1-2 വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണത്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസമല്ലോ. ഇതാ ഈ മാസം ഇപ്പോൾ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് മെയ് മാസം ജൂൺ 6 എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളൂ. നമുക്കാണെങ്കിൽ 4 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ദെൻ റെഗുലർ സ്റ്റുഡൻസിന് ഈ പറയുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒരു അഡീഷണൽ പേപ്പറും കൂടി ആയിട്ട് 5 എണ്ണം, ടോട്ടല് 5 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഈ 4 പേപ്പേഴ്സിൻ്റെ കേസ് പോകുമ്പോൾ 4ഉം ഏകദേശം ഘടാഘടികന്മാരായിട്ടുള്ള പേപ്പേഴ്സാണ്. ഇൻകം ടാക്സ് പാർട്ട് 2 വളരെ ടഫാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരുപാട് പഠിക്കാനുള്ള. ദെൻ ഡെറിവേറ്റീവ്സ് പേപ്പർ ആണെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഈ 4 സബ്ജക്റ്റും നമ്മൾ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങിയില്ല കഴിയില്ല. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം ഡേറ്റിന് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം കലണ്ടർ പ്രകാരം ജൂൺ 6-ആണ്. സോ അത് വിട്ടിട്ട് അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല. ഓൾറെഡി 2 വർഷം കൊണ്ട് കഴിയേണ്ട കോഴ്സല്ലേ. സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഞാൻ പറഞ്ഞു 4 പേപ്പറും കട്ടക്കി നിൽക്കുന്ന പേപ്പേഴ്സാണ്. ഈ അഡീഷണൽ പേപ്പർ മാത്രമാണ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഈസി ആയിട്ട് പാസ്സാക്കാൻ സാധിക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത്. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന്. അതല്ലാത്തത് എല്ലാത്തിനും നിങ്ങൾക്ക് അത്യാവശ്യം സമയം അവിടെ വേണം. ഡെപ്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതും നിങ്ങൾക്ക് തന്നെ ബുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. ടെക്നിക്കൽ ടേംസിൻ്റെ എല്ലാ കളിയാണ് എല്ലാ പേപ്പറിലും. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡേറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസം അല്ലേ, ഒരു മാസവും ഒരു 10 ദിവസം കയ്യിൽ വേണമെങ്കിൽ പിടിച്ചോ. ഒരു 40 ദിവസം നമ്മുടെ കയ്യിലുള്ളൂ. ഇനി ആ ദിവസത്തിനുള്ളിലെല്ലാം കഴിയണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഞാൻ ഓൾറെഡി ഒരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ഒക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ എക്സാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. ഏപ്രിലാണ് സാധാരണ വരാറല്ലോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ബേസിൽ നിങ്ങളുടെ പഠനം ആരംഭിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് വീഡിയോസ് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ നമ്മൾ 3 സബ്ജക്ട്സിനെ M.Com 4 സെമസ്റ്ററിലെ 3 പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് പാർട്ട് 2, ഡെറിവേറ്റീവ്സ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ 3നും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പലരും എക്സാം ഡേറ്റ് വന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റൊക്കെ പെട്ടെന്ന് വരും. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ പറഞ്ഞ ദിവസത്തിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിനി എക്സാം റിലേറ്റഡ് ലൈവൊക്കെ നമ്മൾ നേരത്തെ ഇല്ല തലേ ദിവസം വെക്കുന്നതിന് പകരം കുറച്ചും കൂടി നേരത്തെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.